മൂന്നാമത്തെ വിഷയം ഇസ്ലാമിന് ആകെ അനന്തരാവകാശത്തിൻ്റെ അടിത്തറകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ഇത് കുറച്ച് സങ്കീർണമാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിൻ്റെ വേറെ തലങ്ങളിലേക്കൊന്നും പോണില്ല. വേറെ തലങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഇങ്ങനെ പുക ഇങ്ങനെ വരും നമ്മളെ തലൻ്റെ ഉള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് പോണില്ല. കാരണം 1/6 1/4 കൂട്ടിയിട്ട് 1/12 എന്നെല്ലാം പറഞ്ഞാണ്ട് ഇങ്ങനെ ഇടങ്ങാറായിപ്പോൾ. ഇതിലിത്രേ ഉള്ളൂ. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ 3 ആയത്തുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചൊരു സംഭവമാണ്. അവിടെ ഇസ്ലാമിൽ ഈ 3 ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എടുത്താൽ നമ്മൾക്ക് മൊത്തത്തിൽ മനസ്സിലാവുക 3 തരം അവകാശികളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. 2 തരം അവകാശികൾ, ഒന്ന് രക്തബന്ധുക്കൾ, മറ്റൊന്ന് വിവാഹബന്ധുക്കൾ. ആ 2 തരത്തിൽ 3 വിഭാഗം. ഖുർആനിൽ 11ാമത്തെ ആയത്തിൽ രക്തബന്ധുക്കൾ, നേർക്ക് നേരെയുള്ള രക്തബന്ധുക്കളുടെ അവകാശം മാത്രം പറഞ്ഞു പോവുകയാണ്. ആ രക്തബന്ധുക്കൾ മാത്രമുള്ളപ്പോഴുള്ള അവകാശമാണ് കേട്ടോ അത്. ആ എണ്ണം വേറെ ബന്ധുക്കൾ വരുമ്പോൾ അവകാശത്തിൽ ചെറിയ വ്യത്യാസം വരും. അതാണ് ഔൽ എന്ന് പറയും. ആ ഒന്നാമതായി പിന്നെ 11ാമത്തെ ആയത്ത് തുടങ്ങുന്നത് തന്നെ നമ്മൾക്കറിയാം, ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് പറഞ്ഞിട്ട് 2 പെൺകുട്ടികളുടെ അവകാശമാണ് ഒരാൺകുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു ആണിന് 2 പെണ്ണുങ്ങളുടെ അവകാശമാണ്. രണ്ടാമത്തേത് പിന്നെ ആണും പെണ്ണുണ്ടെങ്കിൽ, രണ്ടാമത്തേത് ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ അവർക്ക് സ്വത്തിൻ്റെ എത്രയാണ് അവകാശം? പകുതി അവകാശമുണ്ട്. 2 പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ, 2ഓ അതിലധികമോ പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അവരുടെ സ്വത്തിൻ്റെ 2/3 ഭാഗത്തിന് ഇവർക്കെല്ലാവർക്കും കൂടി അവകാശമുണ്ട്. പിന്നെ മാതാപിതാക്കൾക്കുള്ള അവകാശം, പിന്നെ നേർക്ക് നേരെയുള്ള രക്തബന്ധുക്കൾ അതാണ്. മാതാപിതാക്കൾക്ക്, ഇവർക്ക് മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ അവകാശം എന്താണ്? മക്കളില്ലെങ്കിൽ മാതാപിതാക്കളുടെ അവകാശം എന്താണ്? ഈ 5 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. മനസ്സിലായില്ലേ? മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് 6/1 വീതം അവകാശം. മക്കളില്ലെങ്കിൽ മാതാപിതാക്കൾക്ക്, അവർ മാത്രമാണ് അവകാശികളെങ്കിൽ മാതാവിൻ്റെ ഇരട്ടി പിതാവിന്, അത് 1/3 മാതാവിന്, 1/2 പിതാവിന്. ഇങ്ങനെ ഈ 5 കാര്യം. 2ാമത്തെ ആയത്തിൽ അഥവാ 12ൽ ആദ്യം പറഞ്ഞു പോണത് 4 തരം വിവാഹബന്ധങ്ങളെ പറ്റിയാണ്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചാൽ മക്കളുണ്ടെങ്കിൽ ഭാര്യക്കെത്ര, മക്കളില്ലെങ്കിൽ ഭാര്യക്കെത്ര. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ മരിച്ചാൽ മക്കളുണ്ടെങ്കിൽ ഭർത്താവിനെത്ര, മക്കളില്ലെങ്കിൽ ഭാര്യക്കെത്ര. പിന്നെയാണ് 3ാമത്തെ വിഭാഗം. അതിനെക്കുറിച്ച് പറയാം കലാലത്ത് എന്നാണ്. കലാലത്ത് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ആണുങ്ങളായി അവകാശികൾ ആരുമില്ലെങ്കിൽ, നേർക്ക് നേരെ ആണുങ്ങളായ അവകാശികളില്ലെങ്കിൽ. അത് വിശദമായി 176ാമത്തെ ആയത്തിലാണ് പറയുന്നത്. സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്തിൽ. ഇവിടെ കുറച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഒരു ചെറിയ വ്യത്യാസമുള്ളത് അതാണ്. ഉമ്മയൊത്ത സഹോദരങ്ങളുടെ 2 കേസുകൾ മാത്രം 13-ൽ പറഞ്ഞു, അല്ല 12-ൽ പറഞ്ഞു. 176-ൽ വാപ്പയൊത്ത സഹോദരങ്ങളുടേത് പറഞ്ഞു. അതാണ് വ്യത്യാസം. അവിടെ സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവകാശികൾ അവിടെ ഞാൻ അത് പറഞ്ഞ ഐഡിയൽ സിറ്റുവേഷൻസാണ് ഖുർആൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ വേറൊരു കാര്യം കൂടി പറയാനാണ്. ഈ ഐഡിയൽ സിറ്റുവേഷൻസിൽ ഞാൻ മരണപ്പെടുന്നു, എനിക്ക് വേറെ അനന്തരാവകാശികളൊന്നുമില്ല, ഒരു സഹോദരി മാത്രമാണ് ഉള്ളതെങ്കിൽ, 2ഓ അതിലധികമോ സഹോദരികളുണ്ടെങ്കിൽ, സഹോദരിമാരും സഹോദരന്മാരും ഉണ്ടെങ്കിൽ, ഇങ്ങനെയാണ് പറഞ്ഞു പോണത്. ഇതേപോലെ തന്നെ ഉമ്മയൊത്ത സഹോദരി മാത്രമാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മയൊത്ത സഹോദരന്മാരുണ്ടെങ്കിൽ, ഇങ്ങനത്തെ 6 വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട് 2 ആയത്തുകളിലുമായിട്ട്. ഇതാണ് അടിസ്ഥാനപരമായുള്ള നിയമം. ഈ നിയമങ്ങളിൽ എന്തുണ്ടാകും? സ്വാഭാവികമായും ഇതെല്ലാം ഐഡിയൽ സിറ്റുവേഷൻസാണ്. ഒരു വിമർശനത്തിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഈ ഐഡിയൽ സിറ്റുവേഷൻസ് ആയതുകൊണ്ട് തന്നെ
സ്വാഭാവികമായി ഇത് രണ്ടും കൂടി കൂട്ടി യോജിക്കുമ്പോൾ, ഐഡിയൽ സിറ്റുവേഷൻസ് കൂട്ടി യോജിക്കുമ്പോൾ ചില സ്ഥലത്ത് തികയൂല. ആ തികയാത്തോടെ തന്നെ ഔല് എന്ന് പറയാം. ഇത് സത്യത്തിൽ പലരും യുക്തിവാദികളെല്ലാം ചിലപ്പോൾ ഇത് പഠിച്ചവനക്ക് കണക്കറിയാത്തതുകൊണ്ടാണെന്നെല്ലാം പറഞ്ഞു പോകാറുണ്ട്. ശരിക്കും വിവരമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഏതൊരു അക്കൗണ്ടിങ്ങിലും വരുന്നൊരു സംഭവമാണത്. ഏതൊരു അക്കൗണ്ടിങ്ങിലും വരുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ ഞാൻ സാധാരണ ഉദാഹരണമായിട്ട് പറയാറുള്ളത് കോൺട്രാക്ട്സ് ആണ്. കോൺട്രാക്ട്സ് ഇപ്പോൾ 3 പേർ ചേർന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നു, ABC. ആ ബിസിനസ്സിൽ എയും ബിയും സിയും മുടക്കുന്ന തുക എ 40%, ബി 30%, സി 30%, അല്ലെങ്കിൽ എ 50%, ബി 30%, സി 20% എന്ന് വിചാരിക്കുക. അതനുസരിച്ച് ലാഭം 30, 20, പിന്നെ 50 എന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അതാണ് ബേസിക് ഡീഡ് കമ്പനിൻ്റെ. ആ ബേസിക് ഡീഡ് അതാണ്. അത് ലാഭത്തിൻ്റെ 30% ആൾക്ക് തന്നെയാണ്. ഈ കമ്പനി വേറൊരു ഡീഡ് ഉണ്ടാക്കുന്നു. എന്തിന്? കമ്പനിക്ക് ഒരു പ്രോജക്റ്റ് തുടങ്ങണം. ആ പ്രൊജക്റ്റ് തുടങ്ങാൻ വേണ്ടി ഒരു കൺസൾട്ടൻസി വേണം. കൺസൾട്ടൻസി ആയിട്ട് നമ്മുടെ ജില്ലയുടെ എന്താണ്, ലാഭത്തിൻ്റെ 15% കൺസൾട്ടൻസി കൊടുക്കാമെന്ന്. കൺസൾട്ടൻസി എന്ത് വെക്കുന്നു? ഒരു ബ്രോക്കറെ വെക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ബ്രോക്കറെ വെക്കുന്നു അതിന് സ്ഥലം കണ്ടെത്താൻ വേണ്ടി. അപ്പോൾ ബ്രോക്കറായിട്ട് നമ്മൾ വേറൊരു ഡീഡ് ഉണ്ടാക്കുന്നു. ആ ഡീഡ് അനുസരിച്ച് ലാഭത്തിൻ്റെ 8% ബ്രോക്കർക്ക് കൊടുക്കാണ്. ഇപ്പോൾ ലാഭത്തിൻ്റെ 8% ബ്രോക്കർക്ക്, 15% കൺസൾട്ടൻസിക്ക്, ഇവർക്കെല്ലാം 20, പിന്നെ 30, ഇതെല്ലാം കൂടി ശതമാനം കൂട്ടുമ്പോൾ എത്ര ഉണ്ടാവും? 123% ഉണ്ടാവും. കൊടുക്കാൻ കഴിയുമോ? ഇല്ല. എങ്ങനെ കൊടുക്കുക? കൊടുക്കുന്നത് ഈ 3 ഡീഡിനെയും കുറിച്ച് മനസ്സിലാക്കിയാൽ പ്രശ്നമൊന്നുമില്ല. അത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആദ്യത്തെ ഞാനാണ് അതിൽ 30% പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളെന്ന് വിചാരിക്കുക. ലാഭം കിട്ടിയത് 10 ലക്ഷം റുപ്യ. ഞാൻ പോയിട്ട് പറയുകയാണ് എനിക്ക് 3 ലക്ഷം വേണം, 30% ലാഭം കിട്ടും പറഞ്ഞിട്ടില്ലേ? അപ്പോൾ കൺസൾട്ടൻസി അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ലാഭത്തിൻ്റെ 30% കിട്ടുന്നതാണ് നിങ്ങളെ ഡീഡിലുള്ളത് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഇതേപോലെ തന്നെയാണിത്. എന്താ വെച്ചാൽ വേറെ ആരും അനന്തരാവകാശികളായിട്ടില്ലെങ്കിൽ അതാണ് ഐഡിയൽ സിറ്റുവേഷൻസ് പറഞ്ഞത്. ആ ഒരു തരത്തിൽ വേറെ ആരും അനന്തരാവകാശികളായിട്ടില്ലെങ്കിൽ, അപ്പോൾ അവിടെ വേറെ അനന്തരാവകാശി പുറത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ളതിൽ നിന്ന് കുറച്ച് കിഴിക്കേണ്ടി വരും. അതാണ് ഔല്. പ്രാക്ടിക്കലി അതാണ് ഔൽ. അത് ഔല് എല്ലാം വളരെ കൃത്യമായി മുസ്ലിം പണ്ഡിതന്മാർ ഓരോ രംഗത്തും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെ 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 അതിൻ്റെ ഒരു ബേസ് കിട്ടിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ അതിലുള്ള സംഗതി. അപ്പോൾ അനന്തരാവകാശത്തിലുള്ള ഈ അടിത്തറയിലാണ്, അഥവാ ഈ 3 അടിത്തറകൾ, ഈ 3 ആയത്തുകളുടെ അടിത്തറയിലാണ് അനന്തരാവകാശ നിയമങ്ങളെല്ലാം ഉള്ളത്. അത് ഖുർആനികമാണ്. ഹദീസിൻ്റെ പോലും അടിത്തറയിലല്ല. ഹദീസുകളിൽ വളരെ കുറച്ച് മാത്രം പറയുകയും ഖുർആൻ തന്നെ വളരെ കൂടുതൽ പറയുകയും ചെയ്ത ഒരേ ഒരു കർമ്മശാസ്ത്രം അനന്തരാവകാശമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമാണ് എന്ന് പറയുന്നയാൾക്ക് ഒരു രക്ഷയില്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ. ദുർന്യായങ്ങൾ പറഞ്ഞിട്ട് രക്ഷപ്പെടുമ്പോൾ ഖുർആനെ തന്നെ നിഷേധിക്കേണ്ടി വരും എന്നർത്ഥം. അതാണ് 3ാമത്തെ സെഷനിൽ എനിക്ക് സൂചിപ്പിക്കാം.